ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാമിൻ മുസല്ലിൻ യുസല്ലി ഇല്ലാ വമലകുൻ അൻ യമീനിഹി വമലകുൻ അൻ ശിമാലിഹി. നമസ്കരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണേ, അവന്റെ വലത്തും ഇടത്തും ഓരോ മലക്കുകളെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ഫൈദാ അതമ്മ റുകൂഅഹാ വസുജൂദഹാ والقراءة فيها يصعد صلاته إلى السماء. ആ നമസ്കാരത്തിലുള്ളതാകുന്ന നൃത്തം, നമസ്കാരത്തിലുള്ള റുകൂഅ്, നമസ്കാരത്തിലുള്ള സുജൂദ്, നമസ്കാരത്തിലുള്ള ഓതല്, നമസ്കാരത്തിലുള്ള അമലുകൾ ഓരോന്നും അവൻ കൃത്യത വെച്ചുകൊണ്ട് സമയാസമയത്ത് അനക്കമടങ്ങിക്കൊണ്ട് പൂർത്തീകരിച്ചാണ് ചെയ്തതെങ്കിൽ യസാദു സലാത്തുഹു ഇല സമാ, അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഒന്നാം ആകാശവും 2ഉം 3ഉം 4ഉം 5ഉം 6ഉം 7ഉം കഴിഞ്ഞ ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അല്ലാഹുവിന്റെ അർശിന്റെ സവിധത്തിലേക്ക് നിന്റെ നമസ്കാരം മലക്കുകൾ കൊണ്ടുപോകുമേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കണേ സഹോദര, ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഇശാ നമസ്കരിച്ചിട്ട് വാത് കേൾക്കാൻ വന്ന സഹോദരങ്ങളില്ലയോ? മഗ്രിബ് നമസ്കരിച്ചവരില്ലയോ? അസ്ർ നമസ്കരിച്ചവരില്ലയോ? സുബൈക്ക് ജമാഅത്തായി നമസ്കരിച്ചവരില്ലയോ? ഉറപ്പിക്കാൻ സാധിക്കുമോ സഹോദര, നിന്റെ നമസ്കാരത്തിൽ അനക്കമടങ്ങലുണ്ടായിരുന്നു? തുമഇനീനത്ത് ശാഫി മദ്ഹബിൽ ഫർദല്ലയോ, നിർബന്ധ ഘടകമല്ലയോ? അത് ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ യുവാക്കളുണ്ട്. യുവാക്കളുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ്, അനിവാര്യമായി ഇവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. തലകുത്തി മറിഞ്ഞുകൊണ്ട് നമസ്കരിക്കരുതേ, നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞവനോട് റസൂലുള്ളാഹി പറഞ്ഞത്, നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല. അവസാനം നബി തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഇദാ ഖുംത ഇലസ്സലാത്തി, നമസ്കരിക്കാൻ വേണ്ടി നീ നിന്ന് കഴിഞ്ഞാൽ, നീ നിസ്കരിക്കുന്ന സമയത്ത് അനക്കമടങ്ങണേ, അനക്കമടങ്ങിക്കൊണ്ട് നിൽക്കണേ. ഫഖറ മാ തയസ്സറ മിനൽ ഖുർആൻ, നിനക്ക് എളുപ്പമുള്ള വിശുദ്ധമായ ഖുർആനിലെ സൂക്തങ്ങൾ ഫാത്തിഹയോടൊപ്പം നീ പാരായണം ചെയ്യണേ. സുമ്മ റകഅ, പിന്നെ നീ റുകൂഅ് ചെയ്യണേ. ഹത്താ തത്മഇന്ന റാകിഅ, റുകൂഅ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ചൊല്ലിയിട്ട് ചാടി എഴുന്നേറ്റ് ഇഅ്തിദാലിലേക്ക് വരരുതേ. റസൂലുള്ളാഹി നിസ്കാരം പഠിപ്പിക്കുകയാണ്, ഒരു സ്വഹാബിയെയാണ് പഠിപ്പിക്കുന്നത്. അഥവാ അനുയായി വൃന്ദത്തിന് പോലും തെറ്റ് പറ്റിയപ്പോൾ പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇത് നിസ്സാരമായി തള്ളരുതേ, നിസ്സാരമായി തള്ളരുതേ. റുകൂഅ് ചെയ്യണേ, റുകൂഇൽ നീ അനക്കമടങ്ങണേ. എന്നിട്ട് വേണം നീ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. 3 പ്രാവശ്യം ചൊല്ലിയിട്ട് സുമ്മഅതദിൽ, പിന്നെ നീ നേരെ ഇഅ്തിദാലിലേക്ക് വരണേ. സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് ഹത്താ തത്മഇന്ന ആദിനാ, നീ ഇഅ്തിദാലിൽ അനക്കമടങ്ങി നിൽക്കണേ. അനക്കമടങ്ങിക്കൊണ്ട് നിന്നതിന് ശേഷമാണ് നീ ദുആ ചെയ്യേണ്ടത്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത് വമിൽ അൽ അർളി വമിൽ മാ ശഅത മിൻ ശൈഇൻ ബഅദു. ആരാണ് സഹോദരാ ഇത് പൂർത്തീകരിച്ച് ചെല്ലുന്നത്? നമ്മൾ സുന്നികളാണ്, സുന്നികളാണ്. പക്ഷേ ഇഅ്തിദാലിൽ വന്നിട്ട് ഇത് പരിപൂർണമായി ചെല്ലാത്തവരില്ലയോ? റബ്ബനാ ലക്കൽ ഹംദ് എന്ന് മാത്രം പറഞ്ഞ് കേവലം ഓടുന്ന ശാഫി മദ്ഹബിലുള്ളവരില്ലയോ? പാടില്ല, പാടില്ല. നീ സുജൂദിലേക്ക് പോയിട്ട് അവിടെയും ശ്രദ്ധിക്കണേ. സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ, സുജൂദിലേക്ക് പോകണേ, അനക്കമടങ്ങണേ. എന്നിട്ട് വേണം
നീ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി. പിന്നെ നീ ഇരിക്കണേ സുമ്മ ജിലിസ്, പിന്നെ നീ ഇരിക്കണേ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരിക്കണേ. ഹത്താ തത്മഇന്ന ജാലിസാ, ആ ഇരുത്തത്തിലും നീ അനക്കമടങ്ങണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. ആ അനക്കമടങ്ങലിലുള്ള ഇരുത്തത്തിൽ പോലും വലിയ വിശാലമായ ദുആ ഉണ്ട് സഹോദരാ, ദുആ ഉണ്ട് സഹോദരി. നിന്റെ ജീവിതത്തിൽ വേണ്ടുന്ന അനിവാര്യമായ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. 7 വലിയ പ്രാർത്ഥനകളാണ് ഇടയിലുള്ള ഇരുത്തത്തിലുള്ളത്. ഇന്ന് വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ അർത്ഥമറിഞ്ഞുകൊണ്ട് ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? ഓർമ്മയുണ്ടോ സഹോദരാ? ഓർമ്മയുണ്ടോ ഉമ്മ? ഇല്ലെങ്കിൽ നാളെ സുബഹി മുതൽ തുടങ്ങണേ. ആയുസ്സാ തീരുവയാണ്. 30ഉം 40ഉം കഴിഞ്ഞവരില്ലയോ? ഇനി എന്നാണ് നമസ്കാരം ശ്രദ്ധിക്കുന്നത്? ഇനി എന്നാണ് അമൽ ചെയ്ത് സ്വർഗം കരഗതമാക്കാൻ പറ്റുന്നത്? റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇതിന്റെ അർത്ഥമറിയുന്ന സഹോദര, നീ എവിടെയും പോകേണ്ടതില്ല. ഇത് ചെറിയ ഒരു അമലല്ല, ചെറിയ അമലല്ല. നീ നമസ്കരിക്കുന്ന സമയത്ത് തന്നെ റബ്ബിനോട് പറയുകയാണ്. നമസ്കരിക്കുന്ന സമയത്തല്ലേ ഒരു അടിമ ഏറ്റവും കൂടുതൽ റബ്ബിലേക്ക് അടുക്കുന്ന സന്ദർഭം. അതിന്റെ സമയത്ത് തന്നെ നീ റബ്ബിനോട് പറയുന്നു. ഇടയിലുള്ള ഇരുത്തത്തിൽ പറയുകയാണ്, റബ്ബിഗ്ഫിർലി, അല്ലാഹുവേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. ഞാൻ കള്ളു കുടിച്ചവനാണ്, ലഹരി നുണഞ്ഞവനാണ്, മോശപ്പെട്ടതായ രീതിയിൽ എന്റെ കണ്ണുകളെ കൊണ്ടുപോയവനാണ്, ഹറാമായ സിനിമകൾ കണ്ടിട്ടുണ്ട്, സീരിയലുകൾ ദർശിച്ചിട്ടുണ്ട്, അന്യരാകുന്ന പരപുരുഷന്മാരിലേക്ക് അറിയാതെ നോക്കിപ്പോയിട്ടുണ്ട്, അന്യ സ്ത്രീകളിലേക്ക് അറിയാതെ നോക്കിപ്പോയിട്ടുണ്ട്. പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. നിസ്കാരത്തിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നീ പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. തീർന്നില്ല. രണ്ടാമത്തെ പ്രാർത്ഥനയാണ്, വർഹംനി, എനിക്കൊന്ന് കരുണ ചൊരിയണേ നാഥാ, എനിക്ക് കരുണ ചൊരിയണേ അല്ലാ. നിന്റെ കരുണ വല്ലാതെ വിശാലമാണ്, പ്രവിശാലമാണ്. എനിക്ക് നിന്റെ കരുണയിൽ അല്പം നൽകണേ അല്ലാ. ആ കരുണ കൊണ്ടേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നീ എനിക്ക് കരുണ ചൊരിയണേ അല്ലാ. വജ്ബുർനി, എന്റെ കാര്യങ്ങൾ അഖിലവും നീ പരിഹരിക്കണേ നാഥാ. എനിക്ക് ജോലിയില്ല. ഞാനിതാ സൗദിയിൽ നിന്ന് നിതാഖത്തിന്റെ പ്രശ്നം കാരണമായി നാട്ടിൽ വന്നിരിക്കുകയാണ്. ഹൈറായ ജോലിയില്ല, ഹൈറായ വേതനമില്ല റബ്ബേ. നല്ലൊരു വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. നീ എന്നെ സ്വീകരിക്കണേ റബ്ബേ. വജ്ബുർനി, എന്റെ കാര്യങ്ങൾ അഖിലവും പരിഹരിക്കണേ അല്ലാ. +2 പഠിക്കുന്ന കുട്ടി നിസ്കരിക്കുമ്പോൾ ദുആ ചെയ്യുന്നു, വജ്ബുർനി, എന്റെ കാര്യങ്ങൾ പരിഹരിക്കണേ അല്ലാ. എനിക്ക് വിജയം നൽകണേ അല്ലാ, എനിക്ക് വിജയം നൽകണേ അല്ലാ. എന്റെ കാര്യങ്ങൾ പരിഹരിക്കണേ അല്ലാ. ഭർത്താവ് ഗൾഫിലുള്ള ഭാര്യ, അവൾ നമസ്കാരത്തിൽ പറയുന്ന റബ്ബേ വജ്ബുർനി, എന്റെ കാര്യങ്ങളെ പരിഹരിക്കണേ അല്ലാ. എന്റെ കാര്യങ്ങൾ നീ നടത്തിക്കൊണ്ട് പോകണേ അല്ലാ. വർഫഅനി, എന്റെ ദറജ ഉയർത്തണേ അല്ലാ. ആര് ശ്രമിച്ചാലും എന്റെ ദറജ അല്പം പോലും ഉയർത്താൻ പറ്റൂല, നിനക്ക് കഴിയുമല്ലാ. വർഫഅനി, പരീക്ഷയിൽ എന്റെ ഗ്രേഡ് ഒന്ന് ഉയർത്തി ഈ ദുനിയാവിലും ആഖിറത്തിലേക്കുമുള്ള രക്ഷയുടെ കവചം നീ തുറക്കണേ അല്ലാ. എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. വർഫഅനി, തീർന്നില്ല. വർസുഖ്നി, എനിക്ക് നീ റിസ്ഖ് നൽകണേ അല്ലാ. ഇതൊക്കെ എവിടെയാ ചോദിക്കുന്നത്? നിസ്കാരത്തിൽ. വർസുഖ്നി,
എനിക്ക് നീ റിസ്ക് നൽകണേ അല്ലാഹ്. ഒരു ചാൺ വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ് പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് ഞാൻ പണിയെടുക്കുന്നത്. അല്ലാഹുവേ പടച്ച റബ്ബേ വർസുഖ്നി, എനിക്ക് നീ റിസ്ക് നൽകണേ അല്ലാഹ്. അറബിയുടെ ചാട്ടമാരടി കൊണ്ട് മരുഭൂമിയിൽ പണിയെടുക്കുമ്പോഴും നിസ്കരിക്കുന്ന സഹോദരാ നീ അറിയുന്നില്ല, അതിലൊരിടയിലൂടെ ഇരുത്തമുണ്ടേ, അതിലൊന്ന് അനക്കമടങ്ങണേ, അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണേ. വർസുഖ്നി, എനിക്ക് നീ റിസ്ക് നൽകണേ അല്ലാഹ്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവല്ലയോ, പടച്ച റബ്ബല്ലയോ? ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവാണ്, അല്ലാഹുവാണ്. കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവൻ അല്ലാഹുവേ നീയാണ് റബ്ബേ, നീയാണ് അല്ലാഹ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ويعلم مستقرها ومستودعها كل في كتاب مبين. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണ് റബ്ബേ. വർസുഖ്നി, എനിക്ക് നീ റിസ്ക് നൽകണേ, എന്റെ ഈ അരച്ചാൻ വയറൊന്ന് നിറയ്ക്കണേ അല്ലാഹ്. വഹ്ദിനി, എന്നെ സന്മാർഗത്തിന്റെ പാന്താവ് തെളിക്കണേ അല്ലാഹ്. ഒരുപാട് കള്ളത്തരീക്കത്തുകളുള്ള സ്ഥലമാണ്, ഒരുപാട് കള്ളത്തരീക്കത്തുകൾ വ്യാജ പ്രചരണങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്, സന്ദർഭമാണ്. പല രീതിയിലുള്ള പുസ്തകങ്ങൾ അവർ പ്രകാശനം ചെയ്ത് വീടുകൾ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുന്ന റബ്ബേ വഹ്ദിനി, എന്നെ സന്മാർഗത്തിന്റെ പാന്താവ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ എന്നെ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. എന്റെ ശരീരത്തിന് സൗഖ്യം നൽകണേ അല്ലാഹ്. ക്യാൻസർ ഉണ്ട് റബ്ബേ, കിഡ്നി തന്നും ഫെയിലാണ് റബ്ബേ, മാരകമാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബേ, ശരീരം മുഴുവനും പെയിനാണ് അല്ലാഹ്, നടുവേദനയാണ് റബ്ബേ, ഫിസിയോതെറാപ്പിക്ക് വിധേയാണ് അല്ലാഹ്, യൂട്രസിൽ മുഴയുണ്ട് റബ്ബേ, ഗർഭാശയത്തിൽ മുഴയുണ്ട് അല്ലാഹ്. വാഫിനി, എനിക്ക് നീ സൗഖ്യം നൽകണേ അല്ലാഹ്. ആരാണ് സഹോദരാ ചിന്തിക്കുന്നത്? 7 വലിയ പ്രാർത്ഥനകളാണ് നീ നിസ്കരിക്കുന്ന നമസ്കാരത്തിൽ ഉള്ളത്, അതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ളത്. ഏറ്റവും അശ്രദ്ധരാകുന്നത് യുവതിയുവാക്കളാണ്, ഏറ്റവും അശ്രദ്ധരാകുന്നത് യുവാക്കളാണ്, യുവതികളാണ്. ഏറ്റവും അശ്രദ്ധരാകുന്നത് തലകുത്തിങ്ങനെ മറിയ, അതന്നെ പരിപാടി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇടയിലുള്ള ഇരുത്തൊന്നും ഒരു ശ്രദ്ധയില്ല, അങ്ങോട്ട് പോകുന്നു. ഇതൊക്കെ ആരെങ്കിലും ചെല്ലുന്നുണ്ട്? ഈ 7 എവിടെ ചെല്ലുന്നു എന്ന് കാണിച്ചു തന്നാൽ കൊള്ളായിരുന്നു. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ നോക്കിയാൽ മതിയല്ലോ, നമ്മുടെ മഹല്ലത്തിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നോക്കിയാൽ മതി. നിസ്കാരം കഴിഞ്ഞ് ഇമാമ സലാം വീട്ടുമ്പോൾ മസ്ബൂക്കായിട്ട് നിൽക്കുന്നവരുടെ നിസ്കാരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തലകുത്തി പെട്ടപ്പെട്ടാന്ന് അടിക്കുകയാണ്, സെക്കൻഡ് ബൈ സെക്കൻഡ് കൊണ്ട്. നിസ്കാരം ഒന്നും സ്വീകരിക്കപ്പെടൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കണം. നമ്മൾ എന്തായാലും നിസ്കരിക്കുന്നു, സമയം മെനക്കെടുത്ത് നമ്മൾ വന്നു, പള്ളിയിൽ വന്നു, ഒതു എടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നിസ്കരിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചുകൂടെ? അങ്ങനെ നിസ്കരിക്കുന്നവൻ സുജൂദും റുക്കുവും ഒക്കെ പൂർത്തിയാക്കി നിസ്കരിച്ചെങ്കിലേ നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കലേക്ക് മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകും. വലത്തും ഇടത്തും ഓരോ മലക്ക് വീതമുണ്ട്. ആ മലക്കുകൾ നിസ്കാരത്തെ പൊക്കി റബ്ബിന്റെ ദർബാറിൽ എത്തിക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു കൂട്ടത്തിൽ നമ്മുടെ നമസ്കാരത്തെ ഉൾപ്പെടുത്തട്ടെ. എങ്ങനെ നിസ്കരിച്ചെങ്കിൽ? അനക്കമടങ്ങി നിസ്കരിച്ചെങ്കിൽ. സഹോദരിമാരും ഇതിൽ ശ്രദ്ധിച്ചോ, നമ്മുടെ മക്കള് പെമ്മക്കളൊക്കെ നിസ്കരിക്കുമ്പോ വേഗം സ്പീഡിൽ നിസ്കരിച്ചിട്ട് പോരണ്ട. ഈ ദുആ ഒക്കെ ചെയ്യണം. ഇതൊക്കെ ചെറിയ ദുആ ആണോ? റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി
വർഫഇനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. ഒന്ന് പറഞ്ഞു നോക്കി, അങ്ങനെ ഒന്ന് അർത്ഥം പറഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്കി. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടുമ്പോൾ ജോലി റെഡി ആയിട്ടുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറസായിട്ടുണ്ടാവും. ഇത് എന്നിട്ട് പഠിച്ചവനൊന്നും കിട്ടിയില്ല, കരിക്കുന്നുണ്ടോ ഒന്നും തന്നില്ല. എന്ത് കരുതാണ് ഇക്കാരം? എടാ, ഈ നിസ്കാരം കൊണ്ട് ഒരു പ്രയോജനമില്ല. അറിയോ നിനക്ക്? ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ കാര്യം അറിയോ? ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്നഹു റആ റജുലാ. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു തന്റെ കണ്ണുകൊണ്ട് ഒരു സഹാബിയെ കാണുകയാണ്, ഒരു അനുയായിയെ കാണുകയാണ്. വഹുവ ലാ യുതിമ്മു റുകൂഅ വസ്സുജൂദ്. റുകൂഉം സുജൂദും പൂർത്തീകരിക്കാതെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു കണ്ടപ്പോ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മുൻദു കം തുസല്ലി ഹാദിഹി സ്വലാ. മോനെ, ഈ നമസ്കാരം എത്ര നാളായി തുടങ്ങിയിട്ട്? മുൻദു കം തുസല്ലി ഹാദിഹി സ്വലാ, ഈ കോലത്തിൽ നീ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? കാരണം എന്താ? നിസ്കാരത്തിനൊന്നും ഒരു പൂർത്തീകരണം ഇല്ല. നമ്മുടെ ശൈലിയാണ് വേഗം വേഗം തലകുത്തി മറിയുന്ന രീതിയാണ്. ഒന്നും ചെല്ലുന്നില്ല, ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ചിലരൊക്കെ അങ്ങനെയാണ്, റുക്കുയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും ചെല്ലിക്കൊണ്ട്. ഇവിടെ ഓതേണ്ട സൂറത്ത് റുക്കുയിലേക്ക് പോകുമ്പോൾ ഓതുക, റുക്കുയിൽ നിന്ന് എഴുതാനിലേക്ക് വരുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ എന്താണ് ധൃതി? ധൃതി, ഭയങ്കര ധൃതി. ഇമാമിനെ നിർത്തിയിട്ടും ധൃതി. ചില പള്ളികളിലൊക്കെ അങ്ങനെയാണ്. അതാ രസം. കാരണം ഇമാം സുജൂദിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നേക്കാണ്, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇവൻ ഇവിടെ മേളി വന്ന് സമയരുപാടായി തിരിച്ചിട്ട് പോകണം. ഇവനിവിടെ മേളി വന്ന് കൈകെട്ടി കഴിഞ്ഞു. എന്ത് നിസ്കാരം? ഇമാമിനെ നിർത്തിയിട്ടാണ്. ഇമാമിനെ നിർത്തിയിട്ടില്ലായിരുന്നു ഇവൻ സൂപ്പർ എക്സ്പ്രസ് ഇവൻ പോയാനെ. വൈകിട്ടുണ്ട് ജെറ്റ് സർവീസ് എന്ന് പറഞ്ഞ ഹൈവേ കൂടെ. അതേപോലെ ഇവന്റെ പോക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിർത്തിയിട്ടുള്ള കാര്യം ഈ പറയും, ഇമാമിനെ നിർത്തിയിട്ട്. ഒരിക്കലും ഇമാമിനേക്കാൾ ഒരു ഫർദ് കൊണ്ട് പോലും മുന്താൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഷാഫി മദ്ഹബാണ്. ഇഖ്തിദാ അഥവാ ഇമാമിനോട് തുടരുന്ന വിഷയം ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് ഫത്ഹുൽ മുഈൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞിപ്പള്ളിയിലല്ലേ അദ്ദേഹം അടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാത്ത എന്താ? ലോകം മുഴുവൻ അമൽ ചെയ്യുന്നു, നമ്മളെന്താ അമൽ ചെയ്യാത്തത്? അദ്ദേഹം ഇഖ്തിദാഇന്റെ ബാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ഫർദ് കൊണ്ട് നമസ്കാരത്തെ മുൻകടക്കാൻ പാടില്ല ഇമാമിനേക്കാൾ. ശ്രദ്ധിക്കണം. ഒറ്റ ഫർദ് കൊണ്ട് മുൻകടന്നാൽ അവന്റെ നമസ്കാരം ബാത്തിലാവും, ഖുദ്വത്ത് സഹിയാവൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്താം 3 ഫർദ് വരെ പിന്തൽ അനുവദനീയമാണ്. ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്നവരുടെ കാര്യം പറയുന്നത് കേട്ടോ. പിന്തം 3 ഫർദ് വരെ പിന്തൽ അനുവദനീയമാണ്. അങ്ങനെ പിന്തണോന്നല്ല, നിർബന്ധമാണെന്നോ സുന്നത്താണെന്നോ അല്ല, അനുവദനീയമാണ്. കാരണമുണ്ടെങ്കിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ വന്നു, നേരെ ഇഖാമത്ത് കൊടുത്താണ്, ഇവിടെ പള്ളിയിൽ നിസ്കാരം നടക്കുന്നു. ഇയാൾ ഓടി വരുമ്പോഴത്തേക്ക് ഉസ്താദ് സൂറത്ത് ഓതി. ആ സൂറത്ത് ഓതി ഉസ്താദ് റുക്കോയിലേക്ക് പോവാണ്. അപ്പൊ ഇവൻ വേഗം വന്ന് കൈകെട്ടി. അവൻ മസ്ബൂക്കാണ്. അവൻ പിന്തുടർന്നവനല്ല, പിന്തിത്തുടർന്നവനാണ്. അവന്റെ പേര് മസ്ബൂക്ക് എന്നാണ്. അവന് ഫാത്തിഹ ഓതണ്ട, വേഗം തന്നെ അങ്ങോട്ട് പോയാൽ മതി. കൈകെട്ടുക, നിയത്ത് ചെയ്യുക, കൈകെട്ടുക, ഇമാമിനോടൊപ്പം തന്നെ റുക്കോയിലേക്ക് പോകാം. അതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്. ഞാൻ ഈ പറയുന്ന വിഷയം ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തി പറയുന്നത്. അതേസമയത്ത് നേരത്തെ വന്ന് തുടർന്നു, അവന്റെ പേര് മഅ്മൂം എന്നാണ്. അവൻ പിന്തുടർന്നവനാണ്, പിന്തിത്തുടർന്നവനല്ല എന്ന് പറഞ്ഞാൽ വൈകി തുടർന്നവനല്ല, നേരത്തെ ഇമാമിനോടൊപ്പം. കാമത്ത് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ട്, കൈകെട്ടി. ഇവനിങ്ങനെ അവിടെയൊക്കെ നോക്കി നിന്ന് സാധനം ഓത്തൊക്കെ കേട്ട് റാഹത്തായിട്ട് നിന്ന്. നല്ല ഓതലല്ലേ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ അവനവിടെ കൈകെട്ടി അങ്ങനെ നിന്നു. ഓതലൊക്കെ ഇങ്ങനെ കേട്ട് അങ്ങനെ നിന്ന് റാഹത്തല്ല. അവസാനം ഇവന് പുറത്തുള്ള ഫാത്തിഹ ഓതിയില്ലല്ലോ. ഫാത്തിഹ ഓതണമല്ല ഷാഫി മദ്ഹബിൽ. ഫാത്തിഹ ഓതണം. തറാവി നിസ്കരിക്കുകയാണെങ്കിൽ പോലും മഅ്മൂമായിട്ട് പിന്തുടർന്ന് നിൽക്കുന്നവനും ഫാത്തിഹ ഓതണം. ഇത് മിക്കവരും ഓതിലെങ്ങനെ വന്ന് കൈകെട്ടുക, അതൊക്കെ റാഹ. ഓതാതിരിക്കാൻ, ഫാത്തിഹ ഓതാതിരിക്കാൻ വേണ്ടി തന്നെ 2 റക്അത്ത് കഴിയുമ്പോൾ വെളിയിൽ പോയി വെള്ളം കുടിച്ച് തുപ്പൊക്കെ തുപ്പിയിട്ട് കയറി വരുന്ന ഹമുക്കുകളുണ്ട്. എന്തിനാണ്? വൈകി തുടർന്നവന് ഫാത്തിഹ ഓതണ്ടല്ലോ, അങ്ങനെയല്ലേ മസല. അപ്പൊ ആ മസല വെച്ചിട്ട് അമൽ ചെയ്യാൻ വേണ്ടി ഇമാം റുക്കൂയിലേക്ക് പോകുമ്പോൾ ഓടി വന്നിട്ട് നമ്മുടെ കാര്യം ശരിയായി എന്ന് പറയാം. അവന്റെ നീയത്ത് എന്താ? ഇത് കൂടണ്ടെന്ന് തന്നെയാണ്. അവനെ നീ വീട്ടിൽ പോയിരുന്നു, അതാ എനിക്ക് ഏറ്റവും നല്ലത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഓൻ ഈ മസല വെച്ച് ഭയങ്കര അമൽ ചെയ്യല.
കാരണം അതൊക്കെ അവനറിയാം. ഇമാം റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വേഗം വന്ന് കൈകെട്ടി റുക്കൂയിൽ ഇമാം നിൽക്കുമ്പോൾ ഇമാം ഇഅ്തിദാലിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഓടി വന്ന് കൈകെട്ടി റുക്കൂയിലെത്തി ഒരു പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി പറഞ്ഞാൽ തന്നെ ആ റക്അത്ത് കിട്ടി എന്നുള്ള കാര്യമൊക്കെ അവനറിയാം. അതൊക്കെ അവൻ പഠിച്ചു, അതൊക്കെ ആ ജീവിതത്തെ അമൽ ചെയ്യും. അത്തഹിയാത്തിലിരിക്കുന്ന സമയത്ത് ഓടി വന്നിട്ട് വേഗം കൈ കെട്ടിയിട്ട് അത്തഹിയാത്തിലോട് വേഗം വന്നിരുന്നാൽ ആ ജമാഅത്ത് കിട്ടി, ആ മസ്അല അവൻ അമൽ ചെയ്യും. ഇതൊക്കെ ചെറുപ്പക്കാർ ചെയ്യുന്നതാണ്. പക്ഷെ നേരത്തെ വന്ന് കൈകെട്ടിത്തരുന്ന പരിപാടിയില്ല. ഒരാളങ്ങനെ നേരത്തെ വന്ന് കൈകെട്ടി ഫാത്തിഹ ഓതാൻ വിട്ടുപോയി അശ്രദ്ധനായി നിന്നതാണ്. ഇമാം റുക്കൂ ചെയ്യുന്ന സമയത്താണ് ഇവൻ ഓർത്തുള്ളത് ഫാത്തിഹ, അല്ലെങ്കിൽ സൂറത്ത് ഓതുന്ന സമയത്താണ് ഇവൻ ചിന്തിച്ചത് ഫാത്തിഹ ഓതിയില്ലല്ലോ. അങ്ങനെ ഇവൻ ഫാത്തിഹ ഓതാൻ തുടങ്ങിയപ്പോൾ ഇമാം നേരെ അങ്ങോട്ട് പോയി റുക്കൂയിലേക്ക് പോയി. റുക്കൂയിൽ നിന്ന് ഇമാം സമീഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു, ഇഅ്തിദാലിൽ വന്നു. അപ്പോഴും ഇവന്റെ ഫാത്തിഹ തീർന്നിട്ടില്ല. അങ്ങനെ സങ്കല്പിക്കും. ഇമാം സുജൂദിലേക്ക് വന്നു. അപ്പൊ റുക്കൂ, ഇഅ്തിദാൽ, സുജൂദ് 3 ഫർളായി. ഇമാം 3ാമത്തെ ഫർളാണ്. ആ 3ാമത്തെ ഫർളിൽ നിന്ന് ഇമാം ഇടയിലെ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഇവന്റെ ഫാത്തിഹ ഓതിയിട്ട് ഇവൻ റുക്കൂയിലേക്ക് ചെല്ലാം. അവന്റെ തുടർച്ച സഹിയാവും. പിന്നെയും ബിന്ദം പാടില്ല, തുടർച്ച പോകും. കാരണം ഉണ്ടെങ്കിലാണ്, വെറുതെ ബിന്ദാൻ പാടില്ല. അപ്പൊ അത്രത്തോളം ഇമാമിനെ തൊട്ട് പിന്തിയത് കൊണ്ട് പ്രശ്നമില്ല, നിസ്കാരത്തിന് കോട്ടം വരൂല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. മുന്താൻ പാടില്ല. പക്ഷെ നമ്മളെ ചെറുപ്പക്കാരൊക്കെ മുന്തലാണ്, എല്ലാവരും മുന്തലാണ്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ ശ്രദ്ധിക്കണം. മുന്താൻ പാടില്ല. ഇമാമിനേക്കാൾ മുമ്പ് ചാടിക്കിടക്കുക, റുക്കൂ പോവുക, ഇതാൽ പോവുക, സുജൂദി വരിക, ശ്രദ്ധിക്കണം. ഒരൊറ്റ ഫർദ് കൊണ്ട് മുന്തിയാൽ നമസ്കാരം ബാത്തില. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുന്താൻ പാടില്ല. നിസ്കാരത്തിൽ ശ്രദ്ധിക്കണം. എന്തിനത്ര ധൃതി? ഇമാം റുക്കൂയിലേക്ക് പോയിട്ട് നമ്മൾ പതുക്കാൻ വിടും. ഇമാം റുക്കൂയിൽ ചെന്നു എന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ നേരെ റുക്കൂയിലേക്ക് അങ്ങ് പോവാം. ഇമാം സമീഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു നിന്നതിന് ശേഷം നമ്മൾ സമീഅ അല്ലാഹു ലിമൻ ഹമിദ പറയാൻ വരിക. ഇമാം സുജൂദിലേക്ക് ചെന്നു, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നീ ഓടണ്ട. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലെത്തി. എത്തിയതിനു ശേഷം നീ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി. അതാണ് ദീൻ പറയുന്നത്, അതാണ് മസ്അല. അങ്ങനെ അങ്ങോട്ട് ചെയ്യാം. ഇമാം അങ്ങോട്ട് പരിപൂർണമായിട്ട് എത്തട്ടെ, എന്നിട്ട് നീ ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. അതാണ് യഥാർത്ഥ പരിപൂർണമായ രീതി. അങ്ങനെ അമൽ ചെയ്യണം. ഇല്ലെങ്കിൽ തുടർച്ചകൾക്കൊക്കെ പാളിച്ചകൾ വരും. നമ്മൾ ധൃതി കാണിച്ചിട്ട് കാര്യമില്ല. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ തലകുത്തി മറിയാണ്, ഒരു ചെറുപ്പക്കാരൻ. അവനെങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചുടാ, മുൻദു കം തുസല്ലി ഹാദിഹി സലാ, ഈ കോലത്തിൽ നീ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുൻദു 40 സന, 40 കൊല്ലമായിട്ടാണ് ഈ കോലത്തിൽ നിസ്കരിക്കുന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിച്ചു. തലകുത്തി മറിയാണ്. 40 കൊല്ലമായിട്ട്, 40 വർഷമായിട്ട് കേട്ടോ, ചിന്തിക്കണം. ഇതേ കോലത്തിൽ എങ്ങനെ ഈ നിസ്കാരമാണെന്ന് പറഞ്ഞു, തലകുത്തി മറിയലാണ്. പടപടാ നിസ്കരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു തആല പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീർന്നു. ഇന്നത്തോടെ അള്ളാഹത്ത് എന്റെ കാര്യമെല്ലാം പോയെന്ന് മനസ്സിലാവും. فقال حذيفة اليماني رضي الله تعالى عنه, حذيفة رضي الله تعالى عنه പറയുകയാണ്, إنك لم تصلي حتى الآن, إنك لم تصلي حتى الآن. അല്ലയോ സഹോദര ചെറുപ്പക്കാരാ, നീ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ഫൈമിത്താല ഹാദാ മിത്താല ഗൈരി ഫിത്രത്തി മുഹമ്മദി, ഈ രീതിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ നീ തീർച്ചയായും മരിക്കുന്നത് മുത്തുനബിയുടെ ചര്യയല്ലാതെയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിലല്ലാത്ത നിലക്കാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കണേ സഹോദരാ. 40 കൊല്ലമായിട്ട് നമസ്കരിക്കുന്നത് ഈ രീതിയിലാണെന്ന് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല പറഞ്ഞത്, ഈ രീതിയിലാണ് നീ നിസ്കരിച്ചതെങ്കിൽ നിന്റെ നമസ്കാരം ഇതുവരെ കബൂലായിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന് പ്രിയപ്പെട്ട അനുയായി ഹുദൈഫ റളിയല്ലാഹു അൻഹു. പേടിക്കണേ സഹോദരാ. ആകെ നമുക്കുള്ള അമല്, നമ്മൾ ഗീർവാണം മുഴക്കുന്നത് ഞാൻ നിസ്കരിക്കുന്നവനാണ്. നമസ്കാരത്തിന്റെ രൂപമാണ് ഈ പറയുന്നത്. നമസ്കാരത്തിൽ ശ്രദ്ധിക്കണേ. യുവാക്കളെ ശ്രദ്ധിക്കണേ, യുവതികളെ ശ്രദ്ധിക്കണേ. സ്പീഡിൽ നമസ്കരിച്ചിട്ട് പോകരുതേ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ നമസ്കരിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ലോകത്തിന്റെ നായകൻ പറഞ്ഞത്, തിൽക സ്വലാത്തുൽ മുനാഫിഖി, അത് മുനാഫിഖായ മനുഷ്യന്റെ നമസ്കാരമാണ്, മുനാഫിഖായ വ്യക്തിയുടെ നമസ്കാരമാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്,
وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളുടെ ഐഡന്റിറ്റി പറയുകയാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. വളരെ കുറഞ്ഞ സമയം മാത്രമേയുള്ളൂ അവർ റബ്ബിനെ ഓർക്കുകയുള്ളൂ. ശരിയല്ലേ, ശരിയല്ലേ? ഇന്ന് നമ്മുടെ നമസ്കാരം എടുത്തു നോക്കണേ. പള്ളിയിൽ വന്നുകൊണ്ട് തലകുത്തി മറിയുകയാണ്, പെട്ടെന്ന് നമസ്കരിച്ചോടുകയാണ്. കുക്കറിലേക്ക് കിഴങ്ങിട്ടിട്ടുണ്ട്, അത് ഒരു ഫിസിലടിക്കുന്നതിന് മുമ്പ് വേഗം നമസ്കരിച്ചിട്ട് വരാൻ ഓടുന്ന ഉമ്മയാണ്. ഓരോ ഫിസിലടിക്കുമ്പോഴും ചിന്ത, അല്ലാഹുവേ എന്റെ കിഴങ്ങ് വെന്തുടഞ്ഞു പോകുമോ, നമസ്കാരം ശരിയാകുമോ പെണ്ണെ, നമസ്കാരം ശരിയാകുമോ പെണ്ണെ. അടുപ്പിൽ കറി വെച്ചിട്ട് ആ കറിയുടെ നറുമണം നിസ്കരിക്കുന്ന മുസല്ലയിലിരുന്നു കൊണ്ട് ആസ്വദിച്ചിട്ട് എങ്ങനെ നമസ്കാരം പൂർത്തീകരിക്കുമെന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് നമസ്കരിച്ചിട്ട് ദിക്റില്ല, ദുആ ഇല്ല, ഓടിയിറങ്ങുന്ന പെങ്ങളെ, നമസ്കാരം അസാധുവാണ്, നമസ്കാരം അസാധുവാണ്. എവിടെയാണ് ഖബൂലിയത്തുള്ളത്? പിന്നെന്തിനെ നീ കുറ്റം പറയണം? ഞാൻ നിസ്കരിച്ചിട്ട് റബ്ബിനെ സ്വീകരിക്കുന്നില്ല, ഞാൻ ദുആ ചെയ്തിട്ട് അല്ലാഹു എന്നെ കബൂലാക്കുന്നില്ല. നിന്റെ നമസ്കാരം ശരിയാണോ പെണ്ണെ? നിന്റെ ദുആ ശരിയാണോ പെണ്ണെ? നിന്റെ ദിക്ർ ശരിയാണോ പെണ്ണെ? നീയും ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. പുരുഷന്മാര് നിര്യാണിക്ക് മുകളിലേക്ക് വസ്ത്രം കയറ്റി വെക്കുമ്പോ പെണ്ണെ പെണ്ണെ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിര്യാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തണേ. അല്ലാഹുവിന്റെ റസൂൽ അനുയായികളോട് ഈ സംഭവം പറഞ്ഞപ്പോ ഫഖാമ സ്വഹാബിയോ, ഒരു സ്വഹാബി നബിയുടെ മജ്ലിസിൽ എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നവരാണ്, ഒട്ടക കട്ടിലിലേക്ക് കാലെടുത്തു വെക്കുന്നവരാണ്. അങ്ങനെ കാലെടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കാലിന്റെ അടിഭാഗം ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യ പുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫദിറാൻ ഫദിറാൻ, ഒരു ചാൺ വസ്ത്രമിട്ടാൽ ഏണിപ്പടിയിലേക്ക് കയറുമ്പോ, കോണിയിലേക്ക് കയറുമ്പോ, ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറുമ്പോ, പൊക്കമുള്ള സ്ഥലത്തേക്ക് പെണ്ണെ നീ കാലെടുത്ത് വെക്കുമ്പോ നിന്റെ കാലിന്റെ അടിഭാഗം അന്യ പുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഫദിറാൻ ഫദിറാ, ഒരു മുഴം കൂടി താഴ്ത്തിയിരണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്നാലും അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ നിന്റെ ശരീരത്തിന്റെ ഉടയാടകൾ, ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണിക്കൽ നിനക്ക് അനുവദനീയമല്ല. പരിശുദ്ധമായ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയില്ലയോ, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക്, നബിയേ നബിയേ, തങ്ങളുടെ ഭാര്യമാരോടൊന്ന് ഉപദേശിക്കണേ. വബനാതിക, തങ്ങളുടെ പെൺമക്കളോട് തങ്ങളൊന്ന് പറയണേ. വനിസാഇൽ മുഅ്മിനീൻ, ലോകത്തുള്ള മുസ്ലിം ഉമ്മമാരോട്, മുസ്ലിം അംഗമാരോട് പറയണേ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ബുർഖ ധരിക്കണേ, ബുർഖ ധരിക്കണേ, മുഖമക്കന ധരിക്കണേ. അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ പെണ്ണെ നിന്റെ ശരീരത്തിലെ തലമുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ്, ഔറത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, അൽ മർഅതു കുല്ലുഹാ ഔറ, ഒരു പെണ്ണിന്റെ ശരീരം മുഴുവനും അന്യ
പുരുഷന്റെ മുന്നിൽ നഗ്നതയാണ്, നഗ്നതയാണ്. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ നിനക്ക് ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കാണിക്കൽ അനുവദനീയമാണ്. പക്ഷെ അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ ഓട്ടോ ഡ്രൈവർ, നിന്റെ മക്കളെ വിളിക്കാൻ വരുന്ന ഓട്ടോ ഡ്രൈവർ നിനക്കന്യനാണ്. നിന്റെ മക്കളെ വിളിക്കാൻ വരുന്ന സ്കൂളിന്റെ ബസ് ഡ്രൈവർ, ക്ലീനർ നിനക്കന്യനാണ്. നീ ബസ്സിലേക്ക് കയറുമ്പോൾ ഓരത്ത് നിൽക്കുന്ന ക്ലീനർ നിനക്കന്യനാണ്. അവൻ കണ്ണ് കാണിക്കും, അവനോടൊപ്പം ചിരിച്ചുകൊണ്ട് പെങ്ങളെ, യുവതികളാകുന്ന സഹോദരിമാരെ, 16, 17, 18, 20, 22 വയസ്സുള്ള സഹോദരിമാരില്ലയോ ഇന്ന് എത്രയോ ചെറുപ്പക്കാരോടൊപ്പം ഒളിച്ചോടുന്നത് കണ്ടില്ലയോ? നഊദുബില്ലാ. അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ശരീരം മുഴുവൻ മറക്കണം. അതൊക്കെ മറക്കുന്നുണ്ട് ഉസ്താദേ, അതൊക്കെ മറക്കും. എന്തെങ്കിലും പെണ്ണുകേസിൽ പിടിക്കുമ്പോൾ, ഇല്ലെങ്കിൽ വിഷയത്തിലൊക്കെ പിടിക്കുമ്പോൾ, വിചാരത്തിലൊക്കെ പിടിക്കുമ്പോഴത്തേക്കും പതുക്കെ മറച്ചുകൊണ്ട് ഒന്ന് ലൈറ്റ് ഒന്ന് അടുപ്പിക്കല്ലേ, അതിനു മുമ്പ് എല്ലാം കാണിച്ചോണ്ട് നടന്ന ഇപ്പൊ വലിയ സൂഫിയായി എല്ലാം മറക്കാൻ. അള്ളാഹു കാക്കട്ടെ. അതിന് നീ ബുർഖ ഇടണ്ട, അപ്പൊ വലിയ ബുർഖയായി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിനെപ്പോ ബുർഖ കൊണ്ടുവരുന്നത്. കണ്ണൂർ ജില്ലയിലെ കോട്ട കാണാൻ വേണ്ടി 2 കമിതാക്കൾ വന്നിരുന്നപ്പോ ആ കമിതാക്കൾ വന്ന് പോലീസ് വന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തത് 2 ആഴ്ചക്ക് മുമ്പല്ലേ? പത്രത്തിലൊക്കെ ഇല്ലായിരുന്നോ? അവസാനം നോക്കിയപ്പോ എന്താ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, സ്കൂളിൽ പഠിക്കുന്ന പെണ്ണാണ്. അവൾ സ്കൂളിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ബാഗിൽ പർദ എടുത്തു വെച്ചു. എന്നിട്ട് സ്കൂളിന്റെ പിന്നാമ്പുറത്ത് പോയിട്ട് പർദ അണിയുക, യൂണിഫോം എടുത്ത് നേരെ ബാഗിനകത്തും വെച്ചു. എന്നിട്ട് 2 പേരും കൂടെ വന്നിരിക്കുക. 36-കാരനാകുന്ന അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ് കൂടെ പിടിക്കപ്പെട്ടത്. പെണ്ണിന് വയസ്സ് 15, മറ്റവന് 36. നല്ല ചോർച്ചയുണ്ട് അല്ലേ? നല്ല ചേർച്ചയല്ല, എന്താണ് നല്ല ചോർച്ച. അങ്ങനെയാണ്. മുമ്പൊരു പെണ്ണ് കൊല്ലത്തുള്ള ഒരുത്തനുമായിട്ട് ഭയങ്കര വിളി, മലബാർ ദേശത്തുള്ള പെണ്ണാണ്. അവസാനം ഫോൺ വിളിച്ചിട്ട് ഹൈവാനെ കാണാൻ വേണ്ടി അവിടെ വരെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നവനെ കണ്ടപ്പോൾ പെണ്ണിന്റെ ബോധം പോയെന്നാണ്. കാരണം 72 വയസ്സുണ്ട് കാക്കാക്ക്. കാരണം ഫോണിൽ കൂടെ നല്ല രസം, നല്ല മധുരസ്വരം. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവസാനം എന്തിയെന്ന് ചോദിച്ചത്, നിൽക്കുന്നത് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോഴും സുബ്ഹാനല്ലാ, യജൂജ് മൗജൂജിനെ പോലെ താഴോട്ടങ്ങ് വീട്. അവസാനം പോലീസുകാരെ ബുക്ക് എടുത്തുകൊണ്ട് പോയത്. ഇതൊക്കെ പത്രത്തിൽ വന്ന വാർത്തയല്ലോ, അല്ല കള്ളം പറയലും. 72 വയസ്സ് കാക്കാക്ക്. മൂക്കി പല്ല് വെച്ചിട്ട് ഇപ്പൊ തീരുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോഴും ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് വിളിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ടെങ്കിലും കിട്ടുന്ന നമ്പർ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ മധുരമൊഴികളൊക്കെ കേട്ടിട്ട് നീ എവിടെയാ പോകുന്നത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ സമൂഹത്തിൽ നടക്കല്ലേ? നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോ, ഇല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് അവരറിയാതെയെങ്കിലും ബാഗ് പരിശോധിക്കണം, പാപ്പ പരിശോധിക്കണം. അപ്പൊ ചിലപ്പോ ഇതുപോലെയുള്ള പർദ്ദകൾ കിട്ടും സ്ത്രീകളുടെ ബാഗിൽ നിന്ന്. സ്കൂളിലേക്ക് പോകുമ്പോ ഇത് കൊണ്ടുപോയിട്ട് സ്കൂളിന്റെ ശൗചാലയത്തിൽ കയറി, അല്ലെങ്കിൽ വീടിന്റെ പിന്നാമ്പുറത്ത് ഇറങ്ങി പറമ്പിലോ തൊടിയിലോ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ആ പർദ്ദ എടുത്തണിയാൻ ബുർഖ ധരിക്കുക. എന്നിട്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഏതെങ്കിലും ചെക്കന്മാരുടെ വണ്ടി കയറി ഇങ്ങനെ കറങ്ങാണ്. ബീച്ചിലും പാർക്കിലും തലശ്ശേരിയിലും എവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി റാഹത്തായിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വീട്ടിൽ വരും. കുറച്ച് വൈകിയാലും ഉമ്മാക്ക് വിഷയമില്ല. കാരണം എന്താ, ഓള് ട്യൂഷന് പോയൊക്കെയല്ലേ, റാഹത്താണ്. ഉമ്മ ശ്രദ്ധിക്കണേ, ഉപ്പമാരെ വളരെയേറെ ശ്രദ്ധിക്കണേ. ചെറുപ്പക്കാരുടെയും ബാഗൊന്ന് പരിശോധിക്കണേ. ചിലപ്പോൾ പാൻപരാഗ് കിട്ടും, ഇവിടെ പർദ്ദ കിട്ടും, ഇവിടെ പാൻപരാഗ് കിട്ടും. ഉറപ്പാണ്. ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിച്ചാലും വാപ്പാക്ക് എന്താ പേടി? നീയല്ലേ ഭക്ഷണം കൊടുക്കുന്നവൻ, നീയല്ലേ അവർക്ക് വസ്ത്രം നൽകിയവൻ, നീയല്ലേ അവരുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നവൻ, നീയല്ലേ സമ്പത്ത് മുടക്കുന്നവൻ, നീയല്ലേ ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ട് മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് പറഞ്ഞയച്ചവൻ. എന്താ ശ്രദ്ധിച്ചാൽ മക്കൾ കഞ്ചാവിനടിമപ്പെടുകയാണ്. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞില്ലയോ, മൻമാത മുദ്മിനം ബിൽ ഖംർ യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ദുനിയാവിൽ ലഹരി നുണയുന്ന ആളുകൾ, കള്ളു കുടിക്കുന്ന സഹോദരൻ, യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. മക്കയിലെ മുശ്രിക്കുകൾ, ബിംബാരാധകരാകുന്ന ലാത്തയും ഉസ്സയും ആരാധിച്ചിരുന്ന മക്ക മുശ്രിക്കുകൾ ചത്തൊടുങ്ങിയതുപോലെ കാഫിറായിട്ട് ചത്തുപോകുമേ അവരെന്ന് ഹബീബനായ റസൂലുള്ളാഹി. വിശുദ്ധ ഖുർആൻ വിലക്കിയ, റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത കള്ള് ഹലാലാക്കിയവരെ ലോകത്ത് ഓരോ വെള്ളങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്.
എത്ര വെള്ളമുണ്ട്, കള്ളൊഴികെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുടിക്കാൻ പഠിച്ചുറപ്പ് തന്നിരിക്കാൻ. ഇത് തുടരുതെന്ന് പറഞ്ഞപ്പോ അത് തന്നെ ഇട്ട് പിടിക്കാം. വേറെ എത്ര സംഭവങ്ങളൊക്കെ ഉണ്ട്. അരിഷ്ടമില്ലേ, നിന്റെ ശരീരം നന്നാക്കും. ജ്യൂസില്ലേ, ഏതൊക്കെ സൈസ് ജ്യൂസ്, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, ഏതൊക്കെ സൈസ് ജ്യൂസ് കുടിച്ചോ. നിനക്ക് ഇഷ്ടമുള്ള തേൻ വേണോ, തേൻ കുടിച്ചോ. ലോകത്ത് എന്ത് വേണമെങ്കിൽ കുടിച്ചോ, ഏത് പാനീയം കുടിച്ചോ, കള്ളു കുടിക്കരുത്. അത് പറഞ്ഞപ്പോ കള്ളു തന്നെ വേണം. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ചിന്തിക്കും, അത് മാത്രമേ വിലങ്ങിയിട്ടുള്ളൂ, അത് മതി നമുക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യമൂതു കഅബില്ലാത വൽ ഉസ്സാ, ലാത്തയും ഉസ്സയും ആരാധിക്കുന്നതായ മക്കാ മുശ്രിക്കുകൾ ചത്തൊടുങ്ങുന്നത് പോലെ കാഫിറായി ചത്തുപോകുമേ. ഉടനെ റസൂലുള്ളാഹിയോട് അനുയായികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അറഅയ്ത മുദ്മിനൽ ഖംർ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവനെ കുറിച്ചല്ലയോ? മുദ്മിനുൽ ഖംർ എന്ന അറബിയുടെ നേരെ അർത്ഥം 24 മണിക്കൂറും കള്ളു കുടിച്ച് മിനിങ്ങി നടക്കുന്നവനല്ലയോ? എപ്പോഴെങ്കിലും കള്ളു കുടിച്ചവൻ അവനും ഈ ദുർഗതി വരുമോ? എപ്പോഴെങ്കിലും അറിയാതെ കുടിച്ചു ഒരുത്തനാണ്, അവനും ഈ പറഞ്ഞ പോലെ കാഫിറായി ചത്തുപോകുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യശറബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ. വർഷങ്ങൾക്ക് ശേഷം തന്റെ കൂട്ടുകാരൻ പ്രവാസ ലോകത്ത് നിന്ന് വന്നവനാണ്, ദുബൈയിൽ നിന്ന് വന്നവനാണ്, അമേരിക്കയിൽ നിന്ന് വന്നവനാണ്. അവൻ കൊണ്ടുവന്ന ഒരു സ്കോച്ച് അറിയാതെ അല്പം കുടിച്ചു പോയാലും, അവൻ നിർബന്ധിച്ചു കുടിച്ചാലും ലഹരി നുണയുന്ന സോദര കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്ത് വേണം? ഈ സദസ്സിൽ വെച്ച് തൗബ ചെയ്തോളെ. ശരിക്കും തൗബ ചെയ്യ്. അള്ളാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. തെറ്റ് ചെയ്യാത്തവരില്ല, ലഹരി നുണയാത്തവരില്ല, പാൻപരാഗ നീ ചവച്ചു, അശ്ലീലമായി നീ ജീവിതം കൊണ്ടാടി, ഈ സദസ്സിൽ വെച്ച് തൗബ ചെയ്യ്. ഇത് ചെറുപ്പക്കാരെയൊക്കെയാണ് കഞ്ചാവിന്റെ മാഫിയകൾ പിടിച്ചിരിക്കുന്നത്. ചെറുപ്പക്കാരെ മലപ്പുറം ജില്ലയിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിൽ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ ബാക്ക് ബെഞ്ചിലിരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത്? ടീച്ചർ എഴുന്നേപ്പിച്ച് നിർത്തി, ഒന്നടങ്കം ഉറക്കം തൂങ്ങുന്നു. ക്ലാസ് തുടങ്ങി 2ാമത്തെ പീരീഡ് ആയിട്ടേ. എന്ത് പറ്റി? എഴുന്നേപ്പിച്ച് നിർത്തിയപ്പോ തല കറങ്ങുന്നു, തല ചുറ്റുന്നു. അവസാനം അവരെ പരിശോധിച്ചപ്പോ കാലിന്റെ അടിഭാഗം ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് കീറിയിട്ട് പാൻപരാഗ് വെച്ച് അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഷോക്സ് ഇട്ടിട്ട് ക്ലാസ്സിൽ വന്നുകൊണ്ട് നല്ല ലഹരി പിടിച്ചിരിക്കുകയാണ്. ആ കുട്ടികൾ മുഴുവനും മുസ്ലിം വിദ്യാർത്ഥിനികളാണ്. ആരാണിവർക്ക് നൽകുന്നത്? ആരാണിവർക്ക് ഇതിന് പ്രചോദനമായത്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കുക, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, 14 വയസ്സുള്ള. ചിന്തിച്ചു നോക്ക്, അങ്ങേറ്റം കൂട്ടിയാൽ കാലിന്റെ അടിഭാഗം ബ്ലേഡ് വെച്ചുകൊണ്ട് കീറി വിട്ടിട്ട് 2-3 കീറലാണ്. കീറിട്ട് അവിടെ ഇങ്ങനെ നല്ല പാമ്പരാഗം കൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുക. നല്ലത് അതിനുള്ളിലോട്ട് കുറച്ചും കൂടി തിരികെ കൂടെ വെക്കും. പരമാവധി കെറ്റുന്നോട് ഒട്ടിച്ചു വെക്കുക. അത് നല്ലപോലെ കയ്യിലിട്ട് നല്ലപോലെ തിരുമിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് പൊടികൾ അതിനുള്ളിലോട്ട് അങ്ങോട്ട് പോകും, ആ മുറിവിലേക്ക്. എന്നിട്ട് നല്ല ഷോക്സ് ഇട്ടിട്ട് റാഹത്തായി ഷൂ ഇട്ട് നല്ല അമർത്തി പിടിച്ചിരിക്കുക. അപ്പൊ ഈ മുറിവിനുള്ളിലൂടെ ലഹരി ഇങ്ങനെ പ്രവഹിച്ച് രക്തത്തിലൂടെ അലിഞ്ഞരിഞ്ഞരിഞ്ഞ് തലച്ചോറിലേക്ക് ഇങ്ങനെ എത്താൻ പ്രവഹിക്കുക. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. എന്താണ് അവസ്ഥ? ചിന്തിച്ചു നോക്ക്, എന്താണ് അവസ്ഥ? മുസ്ലിം വിദ്യാർത്ഥിനികൾ ആരുവരെ ഉപദേശിക്കും? ആർക്ക് ഇതെങ്ങനെ സംഭവിച്ചു? ഉപദേശത്തിന്റെ കുറവാണോ? വാല കേൾക്കാത്തതിന്റെ കുറവാണോ? എപ്പോഴും നമ്മൾ റബ്ബിനോട് കാവൽ തേടണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിദീങ്ങളാക്കണേ അല്ലാ. നിന്റെ മഹത്തുക്കളുടെ കാവൽ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എപ്പോഴും ദുആ ചെയ്യണം. അതല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ.
അല്ലാഹുവേ കൺകുളിർമയാകുന്ന ഭാര്യ, കൺകുളിർമയാകുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എപ്പോഴും ദുആ ഇരക്കണം. എനിക്ക് മക്കളെത്താ നല്ല ദുആ ഇരക്കേണ്ടത്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുട്ടി എനിക്ക് നൽകണേ അല്ലാ. അങ്ങനെ വേണം ദുആ ഇരക്കാൻ. മക്കളില്ല ഉസ്താദെ, മക്കളില്ല. എടാ, നിനക്ക് മക്കളെ തന്ന ഇടങ്ങേറുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് റബ്ബ് നിനക്ക് മക്കളെ നിശ്ചയിക്കാത്തത്. നീ അതുകൊണ്ട് ചോദിക്കേണ്ടത് റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട ഒരു മകനെ എനിക്ക് താ, എന്നെങ്കിലേ നിനക്ക് വിജയം ഉണ്ടാവും. അല്ലെ കഞ്ചാവ് അടിച്ചിട്ട് ഇതിലെ മണിച്ചമാട്ടം അടിച്ച് കറങ്ങി നടക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ദുആ ചെയ്യേണ്ടത്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. ആരുടെ ദുആയാണിത്? ഇബ്രാഹിം നബിയുടെ ദുആ. ദുആ ചെയ്തുകൊണ്ടേയിരുന്നു, മക്കളില്ലാതെ വിഷമിച്ചു. അവസാന ദുആ അല്ലാഹു സ്വീകരിക്കാൻ ഫബശറനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ള ഒരു മകനെ അല്ലാഹു നൽകിയില്ലയോ? സഹിഷ്ണുതയുള്ള മകനെ അല്ലാഹു സമ്മാനിച്ചില്ലയോ? ആ മകനെയല്ലയോ ഉപ്പ ഇതാ കൊണ്ടുവന്ന് മെനയുടെ താഴ്വാരത്തേക്ക് കൊണ്ടുവന്ന് അറക്കാ തുനിഞ്ഞപ്പോ ഉപ്പ ഇതാ മകനോട് കാര്യം വെളിപ്പെടുത്തുകയാണ്. മോനെ മോനെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, റബ്ബിന്റെ കൽപ്പനയാണ്. നിന്റെ ഉമ്മയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഉമ്മ ഇതാ നിന്നെ കുളിപ്പിച്ചു, പുതുവസ്ത്രം അണിയിച്ചു, പെരുന്നാളിന്റെ സുദിനത്തിലെന്ന പോലെ നിന്നെ കൊണ്ടുവന്നിതാ മിനയുടെ താഴ്വാരത്തിലേക്ക് കൊണ്ടുവന്ന് നിന്നെ അറക്കാൻ പോയാണ്. പൊന്നുമോനെ പൊന്നുമോനെ, നീ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോ വിറങ്ങലിച്ചു നിൽക്കുന്ന വാപ്പാക്ക് ഇതാ താങ്ങായി തണലായി വർത്തിക്കുകയാണ് മകൻ. മകൻ പറഞ്ഞ മറുപടി ഖുർആൻ പറയുകയാണ്. ഇന്നും ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഖുർആനിന്റെ വശ്യസുന്ദരമാകുന്ന വചനമൊഴികൾ ഉൾക്കൊള്ളുന്നില്ലയോ? യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലയോ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ തീർച്ചയായും സ്വീകരിക്കണേ. റബ്ബിന്റെ കൽപ്പന ശിരസാവഹിക്കണേ. എന്നെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ എത്തിക്കുന്നതാണ്. റബ്ബ് കൽപ്പിച്ചത് അപ്രകാരം ഇഫ്അൽ മാ തുമർ, എന്നെ കഴുത്തിലേക്ക് കടാര വെച്ച് അറക്കാനാണ് റബ്ബ് കൽപ്പിച്ചതെങ്കിൽ നിങ്ങൾ ചെയ്യണേ. സുബ്ഹാനല്ലാഹ്. ഒരു കൊച്ചുമകന്റെ വിലാപമാണ്, ഒരു കൊച്ചുമകന്റെ വർത്തമാനമാണ്. എത്ര ഈമാനുള്ള മകനാണ്. ഖുർആൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഫബശറനാഹു ബിഗുലാമിൻ ഹലീം. ഇബ്രാഹിം നബി ചോദിച്ചു വാങ്ങിയ മകനാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ സാലിഹീങ്ങളിൽപ്പെട്ട മകനെ എനിക്ക് നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ നീ അത്തരത്തിലാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സക്കരിയ നബിയും ദുആ ചെയ്തു തന്നെയല്ലയോ ഞാനിത് പറയുന്നത്? ഓരോ വാദിന്റെ സദസ്സിൽ വരുമ്പോഴും സഹോദരിമാരും സഹോദരങ്ങളും പറയും, ഉസ്താദേ മക്കളെ വേണം. അങ്ങനെയല്ല പറയേണ്ടത്. സ്വാലിഹീങ്ങളാകുന്ന മക്കളെ നൽകണേ. അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ, അങ്ങനെ വേണം നമ്മൾ ചോദിക്കാൻ. അത് നമ്മുടെ വാക്കിനോടൊപ്പം തന്നെ ഒരുമിച്ച് നിൽക്കണം. ബഹുമാനപ്പെട്ട സക്കരിയ നബി പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ജഅൽനി റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ അല്ലാഹുവേ പടച്ച റബ്ബേ, പരിശുദ്ധനായ ഒരു കുട്ടിയെ എനിക്ക് സമ്മാനമായി നീ നൽകണേ അല്ലാഹ്. അപ്പോഴല്ലേ അല്ലാഹു കൊടുത്തത് ലോകം കണ്ട ഏറ്റവും നല്ല ഉന്നതനായ ഒരു പ്രവാചകനെ, യഹ്യാ എന്നൊരു പ്രവാചകനെ അല്ലാഹു സമ്മാനമായി കൊടുത്തില്ലയോ? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ
ലം നജഅൽ ലഹു മിൻ ഖബ്റു സമീആ. മുമ്പ് ഒരാൾക്കും ഇതുപോലെ പേര് വെച്ചിട്ടില്ല. ഇതാ യഹ്യായ ഒന്നൊരു മകനെ പ്രവാചകനായി നല്ല ഒരു മകനെ നിനക്ക് നൽകുകയാണ്. ചോദിച്ചതുപോലെ തന്നെ റബ്ബ് കൊടുത്തു. അപ്പൊ അങ്ങനെ തന്നെ ചോദിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളൊക്കെ നന്നാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ കുറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ബിരിയാണിക്ക് താഴോട്ട് വസ്ത്രം കൊണ്ടുവരരുത്. അത് സ്ത്രീയുടെ വസ്ത്രവിധാനമാണ്. പുരുഷന്മാര് അങ്ങനെ കൊണ്ടുവരുന്നവരെ അള്ളാന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. സ്ത്രീകളെ ശ്രദ്ധിച്ചോ, ഒരിക്കലും നിര്യാണിക്ക് താഴോട്ട് കൊണ്ടുവരാതിരിക്കരുത്. കൊണ്ടുവന്നേ പറ്റൂ. എന്ന് മാത്രമല്ല, ശരീരം മുഴുവനും നിന്റെ മുഖം ഉൾപ്പെടെ അന്യപുരുഷനിൽ നിന്ന് മറച്ചിരിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി